കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ചാപ്റ്റർ ഒരു പുതിയ പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ പ്രശംസനീയമായ, വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു പദ്ധതിയാണ് ക്രോസ് സേഫ് എന്നൊരു പദ്ധതിയാണ്. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട്, വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുന്നവർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, റോഡ് ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ട്രാഫിക് നിയമങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എങ്ങനെ റോഡ് ക്രോസ് ചെയ്യാം. കൊച്ചു കുട്ടികളെ മുതൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, മുതിർന്നവരെ വരെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. റോഡ് എങ്ങനെ സേഫായിട്ട് ക്രോസ് ചെയ്യാം. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന, നമ്മളെ അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്യാൻ ഇടയാക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് ക്രോസിംഗ്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശ്രദ്ധ അങ്ങോട്ടിരിക്കുമ്പോൾ നമ്മൾ റോഡിൽ എടുത്ത് ചാടുകയാണ്. വരുന്ന വാഹനങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ശ്രദ്ധിക്കാതെ ചാടുമ്പോൾ ഉണ്ടാകുന്ന അപകടം. അതിനെതിരെയാണ് യങ് ഇന്ത്യൻസിന്റെ ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ ബോധവൽക്കരണത്തിലെ ആദ്യത്തെ വിഷയം. മറ്റൊന്ന്, സീബ്ര ലൈനുകൾ ഉപയോഗിക്കുക. കഴിയുന്ന സീബ്ര ലൈനുള്ള സ്ഥലത്ത് സീബ്ര ലൈനിലൂടെ മാത്രം ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പണ്ട് നമ്മൾ കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കുക, ഇടവും വലവും ഒന്ന് നോക്കുക, വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ക്രോസ് ചെയ്യുക. ഇന്ന് പലരും അത് ചെയ്യുന്ന കാണുന്നില്ല, പക്ഷെ അത് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ നല്ല കാര്യമാണ്. അപ്പോൾ ഒരു ക്രോസിങ്ങിനുള്ള ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നതാണ്. പല സ്ഥലത്തും ഗ്രീൻ ലൈറ്റ് കിട്ടുന്ന സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലും അതൊരു ശീലമാക്കുക. ലോകത്ത് എവിടെയും എത്തുമ്പോൾ നമ്മൾ ശീലമാക്കുന്ന പോലെ ഒരു ശ്രദ്ധയോടുകൂടി റോഡ് ക്രോസ് ചെയ്യുക എന്നൊരു പദ്ധതിയാണ് ഈ ക്രോസ് സേഫ് എന്നൊരു പദ്ധതിയിലൂടെ യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ചാപ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ഈ ഒരു ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്.